മോവാബുകാരിയായ രൂത്ത് അധ്യായം 2. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലേക്കിൻ്റെ കുടുംബത്തിൽ മഹാധനികനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് മോവാസ് എന്ന പേർ. മോവാബ്യയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കൊയ്ത്തുകാരുടെ പിന്നാലെ കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലേക്കിൻ്റെ കുടുംബക്കാരായ ബോവാസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ മോവാസ് ബെത്ലഹേമിൽ നിന്ന് വന്നു. അവൻ കൊയ്ത്തുകാരോട്, ദൈവം നിങ്ങളോട് കൂടിയിരിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാധികാരിയായിരുന്ന ഭൃത്യനോട്, ഈ യുവതി ഏത് എന്ന് ബോവാസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ തലവനായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയുടെ കൂടെ വന്ന മോവാബ്യ യുവതിയത്രേ. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്നു ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. മോവാസ് രൂത്തിനോട്, മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ വേലക്കാരികളോട് ചേർന്ന് കൊള്ളുകാം. അവർ കൊയ്യുന്ന നിലത്തിൽ അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുകാം. വേലക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കടുത്തു ചെന്ന് വേലക്കാർ കോരി വച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരിയായിരിക്കെ അങ്ങനെ കരുതുവാൻ തക്കവണ്ണം അങ്ങേക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. മോവാസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് നേരത്തെ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ പ്രവൃത്തിക്ക് ദൈവം പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ചിറകിൻ കീഴെ ആശ്രയിപ്പാൻ വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരും എന്നുത്തരം പറഞ്ഞു. അതിന് അവൾ, യജമാനനെ, ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളെ പോലെയല്ല എന്ന് വരികിലും അങ്ങനെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയോടെ സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് അങ്ങേക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണസമയത്ത് മോവാസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൻ അപ്പം പാലിൽ മുക്കിയും കൊടുത്തു. അവൾ തിന്നു തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ മോവാസ് തൻ്റെ വേലക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുതേ. പെറുക്കേണ്ടതിന് അവൾക്കായി കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു.
ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറയവം ഉണ്ടായിരുന്നു. അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കി കൊണ്ടുവന്നത് അമ്മ കണ്ടു. താൻ ഭക്ഷിച്ച ശേഷം ബാക്കി കൊണ്ടുവന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. അമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്? എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ ഇന്നാളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മയോട് അറിയിച്ചു. മോവാസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന കർത്താവിനാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു. എൻ്റെ വേലക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവരോടുകൂടെ ഇരിക്കുക എന്നും അയാൾ എന്നോട് പറഞ്ഞു എന്ന് മോവാബ്യ സ്ത്രീയായ രൂത്ത് പറഞ്ഞു. നവോമി തൻ്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കുവാനായി നീ അവൻ്റെ വേലക്കാരികളോടുകൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ മോവാസിൻ്റെ വേലക്കാരികളോട് ചേർന്നിരിക്കുകയും അമ്മയോട് കൂടെ പാർക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ